കാക്കിക്കാടത്തം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. തൃശൂരിൽ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജറെയും ഉടമയുടെ മകനെയും പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്ത്. 2023 മെയ് 24 സംഭവം നടന്നത്. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത്. ആദ്യമാ ഞെട്ടിക്കുന്ന കാക്കിക്കാടത്തത്തിന്റെ ക്രൂരതയുടെ ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്നു. സൂരജ്, തല്ലിന് ഒരു 1.5 വർഷത്തെ പഴക്കമുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങേയറ്റം കാടത്തമെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര തർക്കത്തിന് വിളിച്ചു വരുത്തി പോലീസുകളുടെ ധാർഷ്ട്യം കൃത്യമായി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആഭ്യന്തര അന്വേഷണം നേരത്തെ നടന്നിരുന്നോ? ഇപ്പോൾ എന്താണ് ഈ കേസിന്റെ നിലവിലെ സ്റ്റാറ്റസ്? എപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സുഹൈൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ദൃശ്യങ്ങളാണ് ഇത്. പക്ഷെ ഇപ്പോഴാണ് ഈ സംഭവത്തിന്റെ കുന്നംകുളം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഈ ഹോട്ടൽ ഉടമ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർക്ക് 2023 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഇവരുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ച ബിരിയാണിക്ക് രുചി പോരാ എന്ന് പറഞ്ഞ് പോലീസിന് ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതിൽ ദൃശ്യത്തിൽ കാണുന്ന നീല ഷർട്ടിട്ടയാൾ അത് ഹോട്ടൽ മാനേജറാണ്. ഈ മാനേജറുടെയും മകന്റെയും മുഖത്തടിക്കുകയും അതിനുശേഷം ഇവരെ മകനെ സെല്ലിലടച്ചു എന്നുള്ളതുമാണ് ഈ ഔസേപ്പ് നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെ ഇവരെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ഈ സംഭവം നടന്നത് മുതൽ 1.5 വർഷക്കാലത്തോളം വിവരാവകാശ പ്രകാരം ഈ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പല അപേക്ഷകൾ നൽകുന്നു. പക്ഷേ ഈ അപേക്ഷകളെല്ലാം തന്നെ സ്ത്രീ സുരക്ഷയും മാവോയിസ്റ്റ് പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ഈ പോലീസ് തള്ളുകയായിരുന്നു. അപ്പീലടക്കം നൽകിയെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചാണ് ഈ ദൃശ്യങ്ങളടക്കം ഇവർ സ്വന്തമാക്കിയത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇവർ പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആക്രമണത്തിന് ശേഷവും ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിന്മേൽ ഒരു തരത്തിലുള്ള നടപടിയും ഈ SIക്കെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ഇവർ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഈ SIയെ പ്രതി ചേർത്ത് കേസെടുക്കണം എന്നുള്ളതാണ് ഇവർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങളടക്കം ഇവർ ശേഖരിച്ചിരിക്കുന്നത്. എന്തായാലും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് ക്രൂരമായ മർദ്ദനത്തിനിരയായതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ പീച്ചിയിലുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. സൂരജ്, എന്തായാലും നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ. 1.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ദൃശ്യങ്ങൾ അവരുടെ കയ്യിൽ കിട്ടി. മാസങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. ആ ഘട്ടത്തിലൊന്നും ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര അന്വേഷണം പേരിന് പോലും അവിടെ നടന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ, ആ കൈക്കരുത്ത് കാണിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും പീച്ചി സ്റ്റേഷനിൽ തന്നെയുണ്ട്. ആരാണ് ആ ഉദ്യോഗസ്ഥൻ? സുഹൈൽ, ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ അച്ചടക്ക നടപടിയുടെ ഭാഗമാണോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അന്ന് തന്നെ ഇവർ പറയുന്നത് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഇവർ പല പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയിന്മേലൊന്നും അന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ദൃശ്യങ്ങളടക്കം ഈ പരാതിക്കാരന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PM രതീഷ് എന്ന പീച്ചിയിലെ അന്നത്തെ SI ആണ് ഈ അതിക്രമം നടത്തുന്നത്. ഈ SIയുടെ പേര് വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയതാണ്. പക്ഷേ ആ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് ഇവർ ഈ വിവരാവകാശ പ്രകാരം ഈ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചത്. ആ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പല വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത് നൽകാതിരുന്നതൊക്കെ. പിന്നീട് 1.5 വർഷം നീണ്ട നിയമപോരാട്ടം, ആ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ഹൈക്കോടതിയിൽ ഈ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുഹൈൽ, സൂരജ്, ആ ദൃശ്യങ്ങൾ കണ്ടതൊരു സാമ്പിൾ മാത്രമാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് കൈക്കരുത്ത മാനേജറുടെ കയ്യിൽ മുഖത്ത് കാണിച്ചതിന് ശേഷം അത് ചോദ്യം ചെയ്തൊരു യുവാവിന്, അത് ഉടമയുടെ മകനാണെന്ന് തോന്നുന്നു, ആ പറയുന്ന മകനെയും കൊണ്ട് പിറകോട്ടേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. ഇതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ SI അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോളോ അപ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ, പരാതിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ? സുഹൈൽ, ഇതുവരെയും അങ്ങനെ അത്തരത്തിൽ ഒരു അറിയിപ്പും പരാതിക്കാർക്ക് ലഭിച്ചതായി നമുക്ക് വിവരമില്ല. എന്തായാലും ഇതേക്കുറിച്ച്
ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഒരു അന്വേഷണവും നടപടിയും എല്ലാം ഉണ്ടാകും. ഈ കുന്നംകുളം വിഷയത്തിലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലായിരുന്നു ഒരു ദ്രുതഗതിയിലുള്ള ഒരു നടപടിയിലേക്കടക്കം പോലീസ് കടന്നത്. അതുപോലെ തന്നെ സമാനമായ ഒരു നടപടി ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുകൊണ്ടാണ് ഇവർ ഹൈക്കോടതി അടക്കം സമീപിച്ചത്. ഇതിൽ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മർദ്ദനവും അപമാനവുമാണ്. അത് ഈ പരാതി നൽകിയ ബിരിയാണിക്ക് രുചിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയ ആൾ ഇവരുടെ ആ മുന്നിലിരിക്കുന്ന അയാളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ മർദ്ദനം. അത് സ്വാഭാവികമായും ഈ ഒരു മാനേജറുടെ മുഖത്തടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മകനെ സെല്ലിലിടുകയും ചെയ്തു. അതാണ് ഇതിൽ ഇവർ അപമാനമായി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മർദ്ദനത്തിന് ശേഷം അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മകൻ പോളിനെ സെല്ലിലടച്ചു എന്നുകൂടി ഔസേപ്പ് ഈ പരാതിയുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ ബോധപൂർവമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ബോധപൂർവമായ അതിക്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതും ബിരിയാണിക്ക് രുചിയില്ല ഒരു പരാതി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇവർ 1.5 വർഷം നീണ്ട നിയമപോരാട്ടം, ഈ കുന്നംകുളത്തിന് സമാനമായ ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും അവർക്ക് അർഹിക്കുന്നതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. സൂരജാണ് വിവരങ്ങൾ നൽകിയത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനേറ്റ മുറിവ്, ആ പ്രവർത്തകനേറ്റ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ദിവസങ്ങളാവുന്നുള്ളൂ. അപ്പോഴാണ് 1.5 വർഷം മുമ്പ് ഉണ്ടായ തല്ലാണെങ്കിലും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ആരും ഒന്നും കാണാത്ത ഇരുട്ടുമുറികൾ പോലീസ് സ്റ്റേഷനിൽ വേണ്ട, എല്ലാം സുതാര്യമായിരിക്കണം. ആ സുതാര്യമായതിന്റെ ദൃശ്യങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ കാക്കി ധാർഷ്ട്യമാണ് നമ്മൾ കാണുന്നത്, കാക്കി അഹങ്കാരമാണ് നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.